So good afternoon to all. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് പാർട്ടീഷൻസ് ആൻഡ് മോണ്ടിങ് ആണ്. ഓക്കെ, സോ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്താണ്, വി ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷൻ അല്ലേ. ഫയൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനിൽ നമുക്ക് ലെയേർഡ് അപ്രോച്ച് ആണ്. ഇറ്റ് ഈസ് എ ലെയേർഡ് അപ്രോച്ച്. ഓക്കെ, ഫ്രം ആപ്ലിക്കേഷൻ പ്രോഗ്രാം ടു ലോജിക്കൽ ഫയൽ സിസ്റ്റം, ഫയൽ ഓർഗനൈസേഷൻ മോഡ്യൂൾ, ബേസിക് ഫയൽ സിസ്റ്റം, IO control, then device. Okay, all individual layers you have to study. What is device driver, basic file, okay, logical file system, that we have covered. Okay, then what is FCB, file control block. Okay, then how the in-memory file systems are arranged. Okay, that also we have studied. Then we have partitions and mounting. Okay, so partition can be a volume containing a file system. Alright, that is partitioning means just the layout of the ഡിസ്ക് അല്ലെ. ഒരു ഡിസ്ക് എന്താണ്, ഡിസ്കിൽ കുറേ പാർട്ടീഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കിന് നമുക്ക് മൾട്ടിപ്പിൾ പാർട്ടീഷൻസോ വോളിയം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈച്ച് പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ റോ. ദാറ്റ് ഈസ് റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി ഫയൽ. ഓക്കെ, ഫയൽ സിസ്റ്റം ഇല്ല. ഓർ കുക്ക്ഡ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് ദ ഫയൽ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഓരോ പാർട്ടീഷൻ അത് ഡിപ്പെൻസ് ആണ്. നമ്മൾ പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ക്യാൻ ബി റോ. റോ മീൻസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ RAW. ഓക്കെ, it does not contain any file system or cooked. That means it may contain the file system. Okay, for raw disk എപ്പോഴാണ് യൂസ് ചെയ്യുക? raw disk എന്ന് പറയുന്നത് it is used where no file system is appropriate. Okay, file system ഇല്ല എന്നുണ്ടെങ്കിൽ, ഫയൽ സിസ്റ്റം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ raw disk ആയിട്ട് പറയും. Okay, that is raw disk. Okay, പിന്നെ അതുപോലെ തന്നെ raw disk can also hold information needed by the disk RAID system. RAID ടെക്നോളജി ഉണ്ട്. അത് ബിറ്റ് മാപ്പിംഗ്, അതുപോലെ ബ്ലോക്സ്, ഏതൊക്കെ ബ്ലോക്സ് ആണ് നമ്മൾ മിറർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് റെയ്ഡ് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, റെയ്ഡ് ടെക്നോളജിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് റോ ഡിസ്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ റെയ്ഡിൻ്റെ കോൺഫിഗറേഷൻ ഇൻഫർമേഷൻ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ റോ ഡിസ്കിൽ സേവ് ചെയ്യാം. റോ ഡിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഫയൽ സിസ്റ്റം ഇല്ല, പക്ഷെ നമുക്ക് റെയ്ഡിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ ബൂട്ടിംഗ് ഇൻഫർമേഷനൊക്കെ നമുക്ക് സെപ്പറേറ്റ് പാർട്ടീഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പാർട്ടീഷൻ ചെയ്ത് വരുന്നത്? ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഒന്ന് റോ, അതിൽ ഫയൽ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല, റീഡിൻ്റെ കോൺഫിഗറേഷൻ ആണ് പറയുക. ഇനി അല്ലെങ്കിൽ കുക്ക്ഡ് എന്ന് പറയുമ്പോൾ ഫയൽ സിസ്റ്റത്തിൻ്റെ പാർട്ടീഷൻസ് വരും. ദെൻ ബൂട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് വേറൊരു സെപ്പറേറ്റ് പാർട്ടീഷനിൽ. ഓക്കെ, അപ്പോൾ അവിടെ ബൂട്ട് ടൈമിൽ എന്ത് ചെയ്യും, ബൂട്ട് ടൈമിൽ എന്താണ്, അവർക്ക് അവരുടേതായ ഒരു ഫോർമാറ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ബൂട്ട് ടൈമിൽ ഫയൽ സിസ്റ്റം ഒന്നും അതിൽ ഉണ്ടാവില്ല, ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല. ബട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ബൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസ് ഓഫ് ബ്ലോക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറിയിലോട്ട് വെച്ചിട്ട് ബൂട്ടിംഗ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ചില കേസിൽ ഡ്വൽ ബൂട്ടഡ് ആയിരിക്കും, അതായത് ഒന്നിൽ കൂടുതൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ആയിരിക്കും സിസ്റ്റത്തിൽ. മോർ ദാൻ വൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ അവിടെ നമുക്ക് ഡ്വൽ ബൂട്ടഡ് എന്ന് പറയാം. അപ്പോൾ ബൂട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ബൂട്ട് ലോഡർ ഉണ്ട്. ബൂട്ട് ലോഡർ പ്രോഗ്രാം എന്ത് ചെയ്യും, കുറേ സീക്വൻസ് ഓഫ് ബ്ലോക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് എടുത്തിട്ട് ബൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ബൂട്ടിങ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്കെല്ലാം എന്താണ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ബൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഫയൽ സിസ്റ്റം ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ലോഡ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ ബൂട്ട് സിസ്റ്റത്തിന് ബൂട്ടിങ്ങിൻ്റെ കോഡും കാര്യങ്ങളും ഇൻഫർമേഷനൊക്കെ നമുക്ക് സെപ്പറേറ്റ് പാർട്ടീഷനിൽ കൊടുക്കാൻ പറ്റും. ഈ ബൂട്ട് ലോഡറാണ് എന്ത് ചെയ്യുന്നത്, എത്ര ഫയൽ സിസ്റ്റം ഉണ്ട്, എത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സ്പേസ് കൊടുക്കാൻ പറ്റും, ഓക്കെ, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ ലോഡ് ചെയ്യാൻ പോകുന്നത്, ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കി തരുന്നത് ബൂട്ട് ലോഡറാണ്. ഓക്കെ, പിന്നെന്താണ് റൂട്ട് പാർട്ടീഷൻ. റൂട്ട് പാർട്ടീഷൻ കണ്ടെയ്ൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കേർണൽ ആൻഡ് സം ടൈംസ് അതർ സിസ്റ്റം ഫയൽസ്. ഓക്കെ, അപ്പോൾ റൂട്ട് പാർട്ടീഷനിൽ എന്തുണ്ടാവും, OSും അതർ പാർട്ടീഷൻസും ഒക്കെ ഉണ്ടാവും. ഓക്കെ, OSൻ്റെ ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാവും റൂട്ട് പാർട്ടീഷൻ. പിന്നെ ബൂട്ടിങ്ങിന് കേസിന് ബൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു സെപ്പറേറ്റ് പാർട്ടീഷനിൽ കൊടുക്കാൻ പറ്റും. ഇതും മൗണ്ട് ചെയ്യുന്ന എത്രയാണ്, റൂട്ട് പാർട്ടീഷനും മൗണ്ടഡ് ചെയ്യുന്നത് ബൂട്ട് ടൈമിൽ തന്നെയാണ്. ബൂട്ട് ചെയ്യണത്, അതായത് OS കേർണലിനെ ലോഡ് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് റൂട്ട് പാർട്ടീഷനും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ജസ്റ്റ് പാർട്ടീഷൻ ആൻഡ് മൈൻഡിങ്. ജസ്റ്റ് സ്മോൾ ടോപ്പിക്കാണ്. മൗണ്ടിങ് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ. ഫയൽ സിസ്റ്റത്തിലേക്ക് ഡയറക്ടറിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക, അതാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ഫയൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളൊരു ഡയറക്ടറിയിലാണ് കീപ്പ് ചെയ്യുക. അപ്പോൾ ആ ഡയറക്ടറി ആയിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുന്നതാണ് ശരിക്കും മൗണ്ടിങ്. അതുപോലെ പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നോർമലി ഒരു ഡിസ്ക് എന്ന് പറയുന്നത് നമുക്ക് പാർട്ടീഷൻ ചെയ്ത് വെക്കും നമ്മൾ. അപ്പോൾ ഒരു പ്ലേസിൽ എന്താണ് റോ ആയിട്ടുണ്ടാവും, അതായത് ഇറ്റ് മെ നോട്ട് കണ്ടെയ്ൻ എനി ഫയൽ സിസ്റ്റം ഇൻഫർമേഷൻ. ഫയൽ സിസ്റ്റം ഉണ്ടാവില്ല അവിടെ. എന്താ ഉണ്ടാവുക, ഈ റെയ്ഡിൻ്റെ ഒക്കെ കോൺഫിഗറേഷനും കാര്യങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ബൂട്ട് ബ്ലോക്ക് ഉണ്ടാവും. ബൂട്ട് ബ്ലോക്ക് എന്തിനാണ്, ബൂട്ട് വോളിയം അല്ലെങ്കിൽ ബൂട്ട് ലോഡറിൻ്റെ കാര്യങ്ങളും എവിടുന്ന് ലോഡ് ചെയ്യണം, ഏത് OS ലോഡ് ചെയ്യണം, ബൂട്ടിങ് ഇൻഫർമേഷൻ ഒക്കെയാണ് അവിടെ പറയുക. ഇങ്ങനെ കേർണലിനെ ലോഡ് ചെയ്യണം,
ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാം ആണല്ലോ, അപ്പോൾ അതും എവിടെയെങ്കിലും എഴുതി വെക്കണം. നോർമലി സെക്കൻഡറി സ്റ്റോറേജിൽ എഴുതി വെക്കും. ഓക്കെ, അവിടുന്ന് ബൂട്ട് ലോഡർ എന്ത് ചെയ്യും, അതിനെടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ റൂട്ട് പാർട്ടീഷൻ ഉണ്ടാവും, അതിലും എന്തുണ്ടാവും, OS ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ബൂട്ടിംഗ് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ബൂട്ട് ബ്ലോക്കും, അതുപോലെ OS സേവ് ചെയ്യുന്നതും OS റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് ഒക്കെ റൂട്ട് പാർട്ടീഷനിലും ഉണ്ടാവും. ഇത് മൗണ്ട് ചെയ്യുന്നത് എപ്പോഴാണ്, ബൂട്ട് ടൈമിൽ തന്നെയാണ് മൗണ്ട് ചെയ്യുന്നത്. സോ അതാണ് പാർട്ടീഷനിങ് മൗണ്ടിങ് എന്ന് പറയുന്നത്. Then we have virtual file system. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണ്, പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവരൊക്കെ എന്താണ്, മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫയലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ഡിഫറെൻറ്റ് ഫയൽസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെൻറ്റ് ഫയൽസിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഡയറക്ടറി ഉണ്ട്, ആ ഡയറക്ടറിയിൽ C പ്രോഗ്രാം ഉണ്ടാവും, ജവ പ്രോഗ്രാം ഉണ്ടാവും, ഡിഫറെൻറ്റ് ഫയൽ, എക്സിക്യൂട്ടബിൾ ഫയൽ ഉണ്ടാവും. ഓക്കെ, ഡിഫറെൻറ്റ് ഫയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ട്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എങ്ങനെ ഈ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ഹാവ് എ വെർച്വൽ ഫയൽ സിസ്റ്റം, VFS. ഓക്കെ, VFS നോർമലി യൂണിക്സിലാണ് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് വേ ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ഫയൽ സിസ്റ്റം. ഓക്കെ, ത്രൂ എ സിസ്റ്റം കോൾ ഇൻ്റർഫേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ VFS allows the same system call interface. ഓക്കെ, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഇന്റർഫേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇറ്റ് സപ്പോർട്ട്സ് ഓൾ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ഫയൽ സിസ്റ്റം. ഓക്കെ, സോ അത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, VFS ഒരു ഇന്റർഫേസ് ആണ് VFS ആയിട്ട് പറയുന്നത്. ഓക്കെ, so here this is the figure. Okay, schematic representation ഇതാണ്. Okay, first is file system interface. Okay, first file system interface ആണ് ഫസ്റ്റ് പറയുന്നത്. ഓക്കെ, അതിലെന്താണുള്ളത്, നമുക്ക് നമ്മുടെ ഫയൽസിന്റെ ഇന്റർഫേസും കാര്യങ്ങളും, ബേസിക് ആയിട്ടുള്ള ഇന്റർഫേസും കാര്യങ്ങളും ആണ് ഫയൽ സിസ്റ്റം ഇന്റർഫേസിന്റെ. ഓക്കെ, അപ്പോൾ നോർമലി 3 layers ആണ്. ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ ഫയൽ സിസ്റ്റം ഇന്റർഫേസ് ബേസ്ഡ് ഓൺ ദ സിസ്റ്റം കോൾസ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ഫംഗ്ഷൻ കൊടുത്തു, അല്ലെ റീഡ് ഫംഗ്ഷൻ, റൈറ്റ്, ക്ലോസ്, ഇങ്ങനെ കുറേ ഫംഗ്ഷൻ നമ്മൾ C പ്രോഗ്രാമിന് കൊടുക്കും. അപ്പോൾ അത് സിസ്റ്റം കോൾ ആയിട്ടാണ് വർക്ക് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് fopen എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് സിയിൽ. അങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ കോൾ ചെയ്യുമ്പം ആക്ച്വലി എന്താണ്, അതിൻ്റെ കറസ്പോണ്ടിങ് സിസ്റ്റം കോൾ എന്താണോ ദാറ്റ് വിൽ ബി വർക്കിംഗ്. ഓക്കെ, അങ്ങനെയാണ് വർക്ക് ചെയ്യുക. സിസ്റ്റം കോൾസ് ആണ് വർക്ക് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എന്താ ചെയ്യുന്നത്, സിസ്റ്റം കോൾ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയൽ സിസ്റ്റം ഇന്റർഫേസ് ആണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ എന്ത് പ്രോഗ്രാം ചെയ്തോ ആ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ട് സിസ്റ്റം കോൾസ് ഉണ്ടാവും ഫയൽ ഡിസ്ക്രിപ്റ്റ് നമ്മളിൽ. ഓക്കെ, പെർഫോം ചെയ്യും. ഇപ്പോൾ F ഓപ്പൺ ഓഫ് s4csc.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, s4csc.txt എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ആവും. ഓക്കെ, അതിൻ്റെ ഫയൽ ഡിസ്ക്രിപ്റ്ററിൻ്റെ പേരാണ് F, കാരണം F = എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, C പ്രോഗ്രാമിൽ F ഓപ്പൺ ഓഫ് ഒരു ഫയലിൻ്റെ പേര് പറയും. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഈ C പ്രോഗ്രാമിൽ എന്ത് വേണം, ഒരു ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യണം, അതിൻ്റെ ഡിസ്ക്രിപ്റ്റർ, ആ ഫയലിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഡിസ്ക്രിപ്റ്റർ ആണ് F എന്ന് പറയുന്നത്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ആണ് ഫയൽ സിസ്റ്റം ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ VFS ഇൻ്റർഫേസ്. സെക്കൻഡ് ലെയർ എന്ന് പറയുന്നത് വെർച്വൽ ഫയൽ സിസ്റ്റം ലെയർ ആണ്. ഓക്കെ, VFS ഇൻ്റർഫേസ് ആണ്. അപ്പോൾ അത് എന്താണ്, ഇറ്റ് സെർവ്സ് 2 important functions actually. First of all, it separates the file system operation from their implementation. Okay, ഫയൽ സിസ്റ്റം ഓപ്പറേഷൻ നമുക്കറിയാം, ഓപ്പൺ, റീഡ്, ക്ലോസ്. അപ്പോൾ അതും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇന്റർഫേസ് കൊടുക്കുന്നതാണ് VFS. നമുക്കറിയാം ഓപ്പൺ ചെയ്യാനുള്ള കോൾ ഇവിടെയാണ് വരിക, സിസ്റ്റം കോൾ. അത് ഓപ്പൺ ചെയ്യാനുള്ള കോളാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ഫയൽ ഓപ്പൺ ആവണം. സോ അതിൻ്റെ ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആയിട്ടാണ് വെർച്വൽ ഫയൽ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രാൻസ്പാരൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് കിട്ടും. നമ്മളറിയില്ല ആക്ച്വലി VFS ആണ് എന്ത് ചെയ്യുന്നത്, VFSൻ്റെ ഫംഗ്ഷനാലിറ്റി ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് VFS പ്രൊവൈഡ്സ് എ മെക്കാനിസം ഫോർ യുണീക്ലി റെപ്രസെൻറ്റിങ് എ ഫയൽ ത്രൂ ഔട്ട് എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്ക് വഴി നമുക്ക് ഫയലിനെ എടുക്കാനും ഫയലിനെ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആര് തരുന്നുണ്ട്, ഈ ഇൻ്റർഫേസിൽ തരുന്നുണ്ട്.
ഓക്കെ, അപ്പോൾ അവിടെ ഒരു വി നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ ഉണ്ടാവും. വി നോഡ് സ്ട്രക്ചർ ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നിട്ടുള്ളത്, ഒരു ഫയലിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നെറ്റ്വർക്കിലൊക്കെ വരുവാണ്, കണ്ടോ, റിമോട്ട് ഫയൽ സിസ്റ്റം, ഒരു നെറ്റ്വർക്കിലുള്ള ഫയലൊക്കെ ആണെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വി നോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഡിസ്ക്രിപ്റ്റർ ഉണ്ടാവും, അത് വെച്ചിട്ടാണ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ലോക്കൽ ഫയൽ സിസ്റ്റവും അതുപോലെ നെറ്റ്വർക്ക് ഫയൽ സിസ്റ്റവും നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും പറ്റും. ഓക്കെ, ഫയൽ സിസ്റ്റത്തിന്റെ ടൈപ്പിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പം എന്താണ് ഡിസ്കിലായിരിക്കും ഉണ്ടാവുക ഫയൽ, വേറെ ഡിസ്കിലാവാം അല്ലെങ്കിൽ നെറ്റ്വർക്കിലാവാം. സോ ആ ഡിഫറൻസ് ഡിസ്കിലാണോ അല്ലെങ്കിൽ നെറ്റ്വർക്കിലാണോ എന്നൊക്കെ ഉള്ളത് ആർക്ക് അറിയാൻ പറ്റും, VFS ഇന്റർഫേസിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓപ്പൺ അല്ലെങ്കിൽ റീഡ് എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാമിൽ, സി പ്രോഗ്രാം നിങ്ങൾ റീഡിങ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അത് റീഡ് സിസ്റ്റം കോൾ വർക്ക് ചെയ്യും, അത് VFS ഇന്റർഫേസ് എടുക്കും. അപ്പോൾ ഇന്റർഫേസ് എടുത്ത് അവരെന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് എന്ത് ചെയ്യും, അത് ലോക്കൽ ഫയൽ സിസ്റ്റം ആണോ നോക്കും, ഡിസ്കിലാണെങ്കിൽ ഡിസ്ക് ആ ഫയലിന് റീഡ് ചെയ്തെടുക്കും. ഓക്കെ, ഇനി എല്ലാ നെറ്റ്വർക്കിലാണെങ്കിൽ കറസ്പോണ്ടിങ് വി നോഡ് നമ്പർ ഒക്കെ വെച്ചിട്ട് നെറ്റ്വർക്കിന് ആക്സസ് ചെയ്യും. ഓക്കെ, സോ അതാണ് VFS. ജസ്റ്റ് ഒരു ഇന്റർഫേസ് ആണ്, ഫയലിനെ ആക്സസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, ഫയലിന്റെ മുകളിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തരുന്ന ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് ആണ് VFS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, ഫംഗ്ഷനാലിറ്റി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇന്റർഫേസ്, ഒരു മീഡിയേറ്റർ ആയിട്ടാണ് VFS നിൽക്കുന്നത്. സോ VFS ആർക്കിടെക്ചർ ലിനക്സിൽ പറയുകയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ഒബ്ജക്റ്റ്. ഓക്കെ, ലിനക്സിൽ, കാരണം ഇതൊരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡ് ആണ്. അപ്പോൾ ലിനക്സിന്റെ കേസിൽ നമുക്ക് 4 ഒബ്ജക്റ്റ് ഉണ്ട്, ഐനോഡ്, ഫയൽ, സൂപ്പർ ബ്ലോക്ക്, ഡെൻട്രി എന്ന് പറഞ്ഞിട്ട് 4 ഒബ്ജക്റ്റ് ആണുള്ളത്. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ഓൺ ദിസ് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ കുറേ ഓപ്പറേഷൻസും ഉണ്ട്, കുറേ ഒബ്ജക്റ്റും ഉണ്ട്. ഐനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഫയൽ, ഒരു ഫയലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒബ്ജക്റ്റ് ആണ് ഐനോഡ്. ഫയൽ ഒബ്ജക്റ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഓപ്പൺ ഫയൽ. ഓക്കെ, ഒരു ഓപ്പൺ ചെയ്ത ഫയലിനെ. ഓക്കെ, അതാണ് ഐനോഡ് ഫയൽ ഒബ്ജക്റ്റ്. സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്റ്റ് വിച്ച് റെപ്രസെന്റ്സ് ആൻ എൻറ്റയർ ഫയൽ സിസ്റ്റം. ഓക്കെ, ഒരു ഫുൾ ഫയൽ സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്റ്റ്. ദെൻ ഡി എൻട്രി ഒബ്ജക്റ്റ്, ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഡയറക്ടറി എൻട്രി. ഓക്കെ, ഇപ്പോൾ ഒരു ഡയറക്ടറിനെ വെച്ചിട്ടാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ ഡയറക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡി എൻട്രി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്. സോ ഇത് VFS ആർക്കിടെക്ചർ ലിനക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ 4 മെയിൻ ഒബ്ജക്റ്റ് ആണുള്ളത്. ഐനോഡ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഫയലിനെ റെപ്രസെന്റ് ചെയ്യാൻ. ഫയൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഓപ്പൺ ഫയൽ. സൂപ്പർ ബ്ലോക്ക് ഒബ്ജക്റ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ്സ് ദ എൻറ്റയർ ഫയൽ സിസ്റ്റം. ഓക്കെ, ഡി എൻട്രി ഒബ്ജക്റ്റ് മീൻസ് ഇറ്റ് റെപ്രസെന്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഡയറക്ടറി എൻട്രി. സോ ഇത്രയാണ് 4 ഒബ്ജക്റ്റ് വരുന്നത് VFSൽ. ഓക്കെ, അപ്പോൾ ഈ 4 ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് എന്തുണ്ട്, കുറേ ഓപ്പറേഷൻസും ഉണ്ട്. അപ്പോൾ ഒരു സിസ്റ്റം കോൾ, ഒരു ഇൻറ്റ് ഓപ്പൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫയൽ ഇൻറ്റ് ഓപ്പൺ ഓഫ് s4csc.txt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രോഗ്രാമിൽ എന്താ ചെയ്യുന്നത്, ഇറ്റ് ഓപ്പൺസ് എ ഫയൽ. ഓക്കെ, ഒരു ഫയൽ ഓപ്പൺ ആവുക ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുമ്പോൾ എന്താണ്, നമ്മുടെ ഫയൽ സിസ്റ്റം ഇന്റർഫേസ് വഴി VFS എടുക്കും, VFS വഴി എന്ത് ചെയ്യും, നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ഇംപ്ലിമെന്റേഷൻ കിട്ടും. അതുപോലെ ക്ലോസ് എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ട്, ക്ലോസ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ SIT ഓഫ് റീഡ്, ഇത് യുണിക്സിലൊക്കെ വരുന്നതാണ്, റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ. ഇൻറ്റ് മാപ്പ്, മെമ്മറി മാപ്പ് ഫയൽ. സോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് വരുന്ന ഓപ്പറേഷൻസ് ആണ്. സോ ഈ ഓപ്പറേഷൻസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിനെ ആക്സസ് ചെയ്യണം. കാരണം എന്തായാലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം, ഫയൽ ക്ലോസ് ചെയ്യണം, റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം. സോ ഈ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് എ ഫയൽ, അല്ലെ? ആ ഫയൽ ഡിസ്കിലാവാം അല്ലെങ്കിൽ നെറ്റ്വർക്കിലാവാം, എവിടെയാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ സിസ്റ്റം കോൾസ്, ഇതൊക്കെ സിസ്റ്റം കോൾസ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. ആ സിസ്റ്റം കോൾസിന് VFS ഇന്റർഫേസ് കൊടുത്തിട്ട് എന്താണ്, ലോക്കൽ ഫയൽ സിസ്റ്റം ടൈപ്പ് 1, ടൈപ്പ് 2, അതുപോലെ റിമോട്ട് ഫയൽ സിസ്റ്റം. അപ്പോൾ നമുക്ക് ലോക്കലി അവൈലബിൾ ഫയൽസ് ആണെങ്കിൽ ഡിസ്കിൽ നിന്ന് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൽ നിന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് വിർച്വൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, then we have directory implementation. Okay, virtual file system just 5 marks എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് എന്താണ് അതിൻ്റെ നോട്ട്സ് നോക്കിയിട്ട് പഠിക്കുക, ഇത്ര മാത്രമേ തിയറി ഉള്ളൂ. ജസ്റ്റ് 1 figure, define the functionality at each layer, അത്രയേ വേണ്ടുള്ളൂ. ഒരു 3 layered ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. Okay, then we have directory implementations. നമുക്ക് ഡയറക്ടറി ഫയൽ ഇംപ്ലിമെന്റേഷൻ നമ്മൾ പഠിച്ചു, ഓൺ ഡിസ്കും മെമ്മറി, ഇൻ മെമ്മറി സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു. ലൈക്ക് ദാറ്റ് വി ഹാവ് ഡയറക്ടറി ഇംപ്ലിമെന്റേഷൻ. ഡയറക്ടറി ഇംപ്ലിമെന്റേഷൻ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഒരു ഡയറക്ടറി എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മൾ മുന്നേ പഠിച്ചു. ലിനിയർ ലിസ്റ്റും ഉണ്ട്, ഹാഷ് ടേബിളും ഉണ്ട്. ഓക്കെ, ലിനിയർ ലിസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോവാം, അല്ലെങ്കിൽ ഹാഷ് വാല്യൂ, ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്യുക, അതിൽ ഫയൽ നെയിം കൊടുക്കുക, അപ്പോൾ ഒരു കീ കിട്ടും. ആ കീയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവും ഒരു ടേബിളിൽ, ഹാഷ് ടേബിളിൽ ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫയലിനെ കണ്ടുപിടിക്കാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ലിനിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് ഫയലിന്റെ പേരും ഒരു പോയിന്ററും കൊടുക്കുന്നു. മൂന്നെണ്ണം ഉള്ളത് അല്ലേ? ഫയൽ നെയിം ഉണ്ടാവും, ദെൻ പോയിന്റർ ടു ദ ഡാറ്റ, ദെൻ പോയിന്റ് ടു നെക്സ്റ്റ് ബ്ലോക്ക്. അങ്ങനെ 3 പോയിന്ററായിട്ട് നമ്മൾ ലിനിയർ ലിസ്റ്റിന്റെ കേസ് പഠിച്ചത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ലിനിയർ ലിസ്റ്റ്. ഓക്കെ, ദെൻ ലിനിയർ ലിസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഹാഷ് ടേബിൾ. ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് കുറച്ചും കൂടെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റണം, ഫയൽസ് ഉണ്ടോ എന്നുള്ളതൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ ഹാഷ് ടേബിളും കൂടെ യൂസ് ചെയ്യും. ഹാഷ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഒരു ഹാഷ് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഒരു കീ വാല്യൂനെ മാപ്പ് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ഫയൽസിനെ റിട്രീവ് ചെയ്യാൻ പറ്റും, ഫയൽസിന് മുകളിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. Okay, so that is the case of hash table implementation. So the directory implementation പറയുമ്പം you have to specify the linear list and hash table implementation. Okay, that was a question. അപ്പോൾ ഒരു 5 മാർക്സിന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു 6 മാർക്സിന് വന്നു കഴിഞ്ഞാൽ you have to draw the figure also. Linear list എങ്ങനെയാണ്, hash table implementation എങ്ങനെയാണ്. Okay, actually in text as per text എന്താണ്, നമുക്ക് ഫിഗർ ഒന്നും ഇല്ല, പക്ഷേ as I have discussed in the class, I have shown you a figure. ഓക്കെ, ലിനിയർ ലിസ്റ്റിൻ്റെയും ഹാഷ് ടേബിളിൻ്റെയും ഇംപ്ലിമെൻറ്റേഷൻ ഫിഗർ ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ അത് പഠിക്കാം. ഓക്കെ, ദെൻ വി ഹാവ് അലോക്കേഷൻ മെത്തേഡ്സ്. അലോക്കേഷൻ മെത്തേഡ്സ് നമുക്ക് എങ്ങനെയാണ് ഡിസ്ക് ബ്ലോക്കിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു ഫയൽ കീപ്പ് ചെയ്യണം, ഫയൽ സേവ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? ഓക്കെ, ഡയറക്റ്റ് ആക്സസ് ആണ്. നോർമലി ഡിസ്കിന്റെ മുകളിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതാണ്. സോ നോർമലി ദർ ആർ 3 മെത്തേഡ്സ്. ഓക്കെ, കണ്ടിഗ്യൂസ്, ലിങ്ക്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ്. അപ്പോൾ 3 അലോക്കേഷൻ മെത്തേഡ്സ് ആണുള്ളത്: കണ്ടിഗ്യൂസ്, അലോക്കേഷൻ, ലിങ്ക്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ്. Okay, both will have advantages and corresponding disadvantages. Okay, so first one is contiguous allocation. Okay, അപ്പോൾ contiguous allocation, അപ്പോൾ ഫയൽ അലോക്കേഷൻ മെത്തേഡിലാണ്. ഡയറക്ടറി ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ ഫയൽ അലോക്കേഷൻ മെത്തേഡിൽ വി ഹാവ് കണ്ടിഗ്യൂസ്, ലിങ്ക്ഡ് ആൻഡ് ഇൻഡെക്സ്ഡ് അല്ലേ? അപ്പോൾ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു യൂസ് ദ ഡിസ്ക് സ്പേസ് എഫിഷ്യൻ്റ്ലി. അതുപോലെ തന്നെ ഫയലിനെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. ഓക്കെ, two main criteria is that you have to use the disk space efficiently. Also you have to access the file blocks very fastly. Okay, so ആ രണ്ട് കേസിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ we have 3 methods. അതിൽ contiguous allocation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, see this is the contiguous allocation. There will be a table. Okay, ഒരു ടേബിൾ ഉണ്ടായിരിക്കും, ഡയറക്ടറി എൻട്രി ഉണ്ടായിരിക്കും. ആ ഡയറക്ടറി എൻട്രി, ഓക്കെ, ആ ഡയറക്ടറി എൻട്രിയിൽ എന്താ ഉണ്ടാവുക? യു വിൽ ബി ഹാവിംഗ് ദ ഫയൽ നെയിംസ്. ഓക്കെ, ഇതൊരു ഡിസ്ക് ആണ്. ഈ ഡിസ്കിൽ എത്ര ഫയൽസ് ഉണ്ട്, ആ ഫയൽസിന്റെ മുഴുവൻ പേരുണ്ടാവും, അതിന്റെ സ്റ്റാർട്ട് ലെങ്ത്തും ഉണ്ടാവും, സ്റ്റാർട്ടിംഗ് പൊസിഷനും ഉണ്ടാവും, ലെങ്ത്തും ഉണ്ടാവും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടിഗ്യൂസ് അലോക്കേഷനിൽ സേവ് ചെയ്യുന്നത്. ഓരോ ഫയലും കണ്ടിഗ്യൂസ് സെറ്റ് ഓഫ് ബ്ലോക്സ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഫയൽ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ കണ്ടൻസ് ഉണ്ടാവും, ആ കണ്ടൻസ് കണ്ടിഗ്യൂസ് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫയലിന് n ബ്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ n ബ്ലോക്കും കണ്ടിന്യൂസ് ആയിട്ടാണ് കൊടുക്കുക കണ്ടിഗ്യൂസ് അലോക്കേഷനിൽ. ഓക്കെ, സോ ഇവിടെ നോക്കൂ, കൗണ്ട് ഇസ് എ ഫയൽ ആൻഡ് ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 0 ആൻഡ് ലെങ്ത് 2 എന്ന് വെച്ചാൽ ലെങ്ത് 2 എന്ന് പറയുമ്പോൾ 0ഉം 1ഉം. അപ്പോൾ 0ഉം 1 ഈ രണ്ട് ബ്ലോക്കും കൗണ്ടിന് അസൈൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ടിആർ എന്ന് പറഞ്ഞ ഫയൽ സ്റ്റാർട്ട്സ് അറ്റ് 14ലാണ് ടിആർ സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 3 എന്ന് വെച്ചാൽ 14, 15, 16. അതാണ് 3 പറയുന്നത്, 14, 15, 16. നെക്സ്റ്റ് ഈസ് മെയിൽ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ലെങ്ത് 19 ആണ്, 19 ആ ലെങ്ത് 6. അപ്പോൾ 19, 20, 21, 22, 23, 24 അത് മെയിലിന്. അപ്പോൾ എത്ര ബ്ലോക്സ് അലോക്കേറ്റ് ചെയ്യണം, ഒരു ഫയലിന് എത്ര ബ്ലോക്ക് വേണോ ആ ബ്ലോക്കിന്റെ സ്റ്റാർട്ടും അതിന്റെ എത്രയും ലെങ്ത് ഡയറക്ടറി എൻട്രി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. സോ കണ്ടിഗ്യൂസ് അലോക്കേഷന്റെ കേസിൽ എന്താണ്? കണ്ടിഗ്യൂസിലായിട്ട് കണ്ടിന്യൂസ് പൊസിഷനിൽ എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. Okay, that is the case of contiguous allocation. So what is the advantage? നമുക്ക് ഇവിടെ sequential and direct access സപ്പോർട്ട് ചെയ്യും. സീക്വൻഷ്യലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാം. അതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡയറക്റ്റ് ആക്സസ് ആണ് സീക്വൻഷ്യൽ ആക്സസും സപ്പോർട്ട് ചെയ്യും. കാരണം ഇത് സീക്വൻസ് 1 കണ്ടിഗ്യൂസ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആക്സസ് നമുക്ക് ചെയ്യാൻ പറ്റും. നോർമലി ഡിസ്കിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആക്സസും കൊടുക്കാം. നമുക്ക് വേണ്ട ഡാറ്റ ഏതാണോ ആ ബ്ലോക്ക് പോയിട്ട് ഡാറ്റ എടുക്കാൻ പറ്റണം. ദാറ്റ് ഈസ് ഡയറക്റ്റ് ആക്സസ്. ഓക്കെ, ഏതെങ്കിലും ഒരു പൊസിഷൻ, ഇപ്പോൾ 13th പൊസിഷനിൽ പോയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഡാറ്റ എടുക്കാൻ പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഇസ് പോസിബിൾ.
Okay, and it is fast. Okay, കാരണം കണ്ടിന്യൂസ് ഫയലിലെ ഡാറ്റ അല്ലെങ്കിൽ ഫയലിന് വേണ്ടിയിട്ടുള്ള നമ്പർ ഓഫ് ബ്ലോക്സ് കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇറ്റ് വിൽ ബി ഫാസ്റ്റ്. ആക്സസിങ് ഒക്കെ എന്തായിരിക്കും ഫാസ്റ്റർ ആയിരിക്കും. കാരണം നമുക്ക് സീറോ കഴിഞ്ഞാൽ നെക്സ്റ്റ് 1 ആണ്, അടുത്ത ബ്ലോക്ക് ആണ്, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. സോ ഇറ്റ് വിൽ ബി ഫാസ്റ്റർ. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്റ്റെൻഡ് ബേസ്ഡ്. നെക്സ്റ്റ് ഈസ് ലിങ്ക്ഡ് അലോക്കേഷൻ. Okay, linked list allocation. Linked list allocation എന്ന് പറഞ്ഞാൽ here each file is a linked list of disk blocks. കണ്ടിന്യൂസ് ആയിരിക്കില്ല, ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാം. ഡിസ്ക് ബ്ലോക്ക് ഇറ്റ് വിൽ ബി സ്കാറ്റേർഡ്. ഓക്കെ, സ്കാറ്റേർഡ് സംവെയർ. കണ്ടോ ഇവിടെ നോക്കൂ, ഡയറക്ടറി എൻട്രി ജീപ്പ് എന്ന് പറഞ്ഞ ഡയറക്ടറി എൻട്രി സ്റ്റാർട്ടിംഗ് പൊസിഷൻ 9 ആണ്. ഓക്കെ, 9 ആണ് സ്റ്റാർട്ടിംഗ് പൊസിഷൻ. ഓക്കെ, ദെൻ എൻസെറ്റ് 25 അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അതിന്റെ ലെങ്ത് അല്ല പറയുന്നത്, സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പറയുന്നത്. സോ അതിന്റെ ഇടയിൽ എന്തുണ്ടാവും, ഒരു പോയിന്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, 1 by 1 ആയിട്ട് ലിങ്ക് ചെയ്യും. 9 നിന്ന് നേരത്തെ 16 പോയി, 16 1 പോയി, 1 10 വന്നു, 10 25 വന്നു. 25 എൻഡ് ആണ്, അതുകൊണ്ടാണ് അവിടെ -1 എന്നുള്ള വാല്യൂ ഉള്ളത്. ഇറ്റ് ഇസ് എ നൾ പോയിന്റർ. ഓക്കെ, അപ്പോൾ ഡയറക്ടറി എൻട്രിയിൽ എന്താ ഉണ്ടാവുക, ഇറ്റ് കണ്ടെയ്ൻസ് എ പോയിന്റർ ടു ദ സ്റ്റാർട്ടിംഗ് ആൻഡ് ദ എൻഡിങ് ഓഫ് ഫയൽ ബ്ലോക്ക്. സ്റ്റാർട്ടിംഗ് പോയിന്റർ ആണ് 9, എൻഡിങ് പോയിന്റർ ആണ് 25. ഓരോ ബ്ലോക്കിലും എന്താ ഉണ്ടാവുക, ഒരു പോയിന്റർ ഉണ്ടാവും. നെക്സ്റ്റ് ഒക്യുപ്പൈഡ് ഏതാണോ, കാരണം ഇതൊരു ജീപ്പ് എന്ന് പറഞ്ഞ ഒരു ഫയലാണ്. ആ ഫയലിന് എന്താണ് കുറേ സെറ്റ് ഓഫ് ബ്ലോക്സ് വേണം. സോ ലിങ്ക്ഡിന്റെ കേസിൽ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 9 ആൻഡ് എൻഡ്സ് അറ്റ് 25. സോ ഇൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് എന്താണ്, ഒരു പോയിന്റർ വെച്ചിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യും, സ്റ്റാർട്ടിങ് എൻഡിങ്. ആൻഡ് -1 25th എൻഡ് ആണ്. സോ 25th ഒരു -1 എന്ന് പറഞ്ഞാൽ നൾ പോയിന്റർ ആണ്. നൾ പോയിന്റർ മീൻസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പോയിന്റ് ടു എനി അതർ ബ്ലോക്ക്. ഇനി ഇല്ല, തീർന്നു. അപ്പോൾ ഈ ഒരു ജീപ്പ് ഫയലിന്റെ കംപ്ലീറ്റ് റിക്വയർമെന്റ് ഇസ് ഓവർ. ഓക്കെ, ഇപ്പോൾ ജീപ്പിന് എത്ര ഫയൽസ് വേണ്ടി വന്നു, 9. എത്ര ബ്ലോക്സ് വേണ്ടി വന്നു, 1 2 3 4 5 ബ്ലോക്സ് വേണ്ടി വന്നു. ആ 5 ബ്ലോക്സും എന്താണ്, കണ്ടിന്യൂസ് അല്ല, സ്കാറ്റേർഡ് ഹിയർ ആൻഡ് ദെയർ ആണ്. ഓക്കെ, ഫ്ലെക്സിബിൾ ഇൻ സൈസ് ആണ്. കാരണം നമ്മളിവിടെ ലിമിറ്റ് ഒന്നും പറയുന്നില്ല, എത്ര വേണമെന്നുണ്ടെങ്കിൽ പോയിന്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പോയിന്റർ ബേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആക്സസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് എന്താണ്, പോയിന്റർ ബേസ്ഡ് ആണ്, ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ട്രാവേഴ്സ് ചെയ്ത് പോകേണ്ടി വരും. സീക്വൻഷ്യലായി കൊടുക്കുള്ളൂ, ഡയറക്റ്റ് ആക്സസിങ് ഇവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടൈം, നമുക്ക് ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റയെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ട്രാവേഴ്സ് ഫ്രം സ്റ്റാർട്ടിങ് ഇറ്റ് സെൽഫ്. 9 ഇപ്പം ഈ ഒരു പൊസിഷനിലെ ഡാറ്റയെ വേണമെന്നുണ്ടെങ്കിൽ 9 തന്നെ സ്റ്റാർട്ട് ചെയ്ത് 16 പോയി 1 പോകണം. ഒന്ന് സീക്വൻഷ്യലായിട്ട് പോകണം, ഡയറക്റ്റ് ആക്സസിങ് ഇല്ല. അതുപോലെ തന്നെ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോഴേക്ക് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, അപ്പോൾ ട്രാവേഴ്സിങ് ചെയ്യാൻ, കാരണം ഫയൽ ബ്ലോക്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് കിടക്കുകയാണ്, റാൻഡം ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എന്താണ്, ടൈം ടു ആക്സസ് എ ബ്ലോക്ക് ഇസ് ഹൈ. അതുപോലെ തന്നെ ഇറ്റ് ഡസ് നോട്ട് സപ്പോർട്ട് റാൻഡം ഓർ ഡയറക്റ്റ് ആക്സസ്, സപ്പോർട്ട് ചെയ്യുന്നില്ല. ദെൻ പോയിന്റർ എന്ന് പറഞ്ഞത് എക്സ്ട്രാ ഓവർ ഹെഡ് ആണ്. എല്ലാ പ്രാവശ്യം നമ്മൾ ഇവിടെ പോയിന്റർ വെച്ചിട്ടല്ലേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ പോയിന്റർ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാ ഓവർ ഹെഡ് ആയിട്ട് വരും. സോ ഇതാണ് ലിങ്ക്ഡ് അലോക്കേഷൻ. കണ്ടിന്യൂസ് ആകുമ്പോൾ കണ്ടിന്യൂസ് ബ്ലോക്ക് ആണ് കൊടുക്കുക. ഇവിടെ ഡയറക്ടറി എൻട്രി എന്താ ഉണ്ടാവുക, സ്റ്റാർട്ടിങ്ങും ഉണ്ടാവും, എൻഡിങ് പോയിന്ററും ഉണ്ടാവും. ഓക്കെ, -1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് പോയിന്റ് ഫർദർ. ഓക്കെ, അതാണ് ലിങ്ക്ഡ് അലോക്കേഷൻ. Then we have indexed allocation. Okay, indexed allocation means ഒരു index block maintain ചെയ്യും. Okay, it contains the pointers to all the blocks occupied by the file. Okay, ഓരോ ഫയലിനും ഒരു ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ടാവും. നോക്കൂ, ഇവിടെ ജീപ്പ് ഇൻഡെക്സ് ബ്ലോക്ക് 19 ആണ്. ഡയറക്ടറി എൻട്രിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഫയലിന്റെ പേരും then you have index block 19. So from 19 it will maintain the pointers to all other blocks. കണ്ടോ, 19 എന്ന് പറഞ്ഞതിൻ്റെ അകത്തു നിന്നാണ് കുറേ സ്ഥലത്തോട്ട് ഏതൊക്കെ ഈ ഒരു ഫയല് ജീപ്പ് എന്ന് പറഞ്ഞ ഫയല് ഏതൊക്കെ ബ്ലോക്കിനെയാണ് ആക്സസ് ചെയ്യുന്നത്, ഏതൊക്കെ ബ്ലോക്കാണ് ആവശ്യമായിട്ടുള്ളത്, അവിടത്തേക്കൊക്കെ പോയിന്റേഴ്സ് കൊടുക്കും. ഡയറക്റ്റ് ആയിട്ട് പോയിന്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ 19 എന്ന് പറഞ്ഞ് നോക്കൂ, 9 16 1 10 25. ഓക്കെ, ഇത്രയാണ് ആക്സസ് ചെയ്തിട്ടുള്ള ബ്ലോക്സ്. 9 ഉണ്ട്, 16 1 10 then 25. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്ത് വരുന്നത്, ആക്സസിങ് വരുന്നത്. സോ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഡെക്സ് ബ്ലോക്ക് ആണ് അവിടെ കൊടുക്കുക. ആ ഇൻഡെക്സ് ബ്ലോക്കിൽ യു വിൽ സ്പെസിഫൈ ഓക്കെ ഏതൊക്കെയാണ് ഈ ജീപ്പ് എന്ന് പറഞ്ഞ ഫയൽ ആക്സസ് ചെയ്യുന്ന ബ്ലോക്സ്. ദാറ്റ് വിൽ ബി സ്പെസിഫൈഡ് ഡയറക്ട്ലി ബൈ യൂസിങ് പോയിന്റർ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ആക്സസ് പോസിബിൾ ആണ്.
ഓക്കെ, ലിങ്ക്ഡിൽ പറ്റില്ല. ഇവിടെ നമുക്ക് ഡയറക്റ്റ് ആക്സസ് പോസിബിൾ ആണ്, കാരണം 19 തന്നെയാണ് എല്ലാ ലിങ്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ആക്സസിങ് കിട്ടും. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പോയിന്റർ ഓവർ ഹെഡ് തന്നെയാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. സോ അതുപോലെ ഇൻഡെക്സ്ഡ് അലോക്കേഷൻ്റെ കേസ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് പറയാം. ഓക്കെ, അത് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വേയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡ് സ്കീം, മൾട്ടി ലെവൽ ഇൻഡെക്സ്, കമ്പൈൻഡ് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് നമുക്ക് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വലിയ ഫയൽസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റൊരു സിംഗിൾ ഇൻഡെക്സ് മതിയാവില്ല. ഇപ്പോൾ സ്മോൾ ഫയൽ ആയതുകൊണ്ട് ഈ 90 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് മതിയാവും. ഓക്കെ, ആ 90 എന്ന് പറഞ്ഞത് എല്ലാ പോയിന്റേഴ്സും ഹോൾഡ് ചെയ്യും. ബട്ട് വെൻ ദ സൈസ് കംസ് ടു ലാർജ്, ഫയലിൻ്റെ സൈസ് ലാർജ് ആണെങ്കിൽ കുറേ ബ്ലോക്ക് അവർക്ക് വേണ്ടി വരും. സോ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റൊരു ഇൻഡെക്സ് വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ലിങ്ക്ഡ് സ്കീം യൂസ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഐ വിൽ ഷോ യു. ഇറ്റ്സ് ദെയർ ഇൻ ദ നോട്ട്. ഓക്കെ, സോ നമുക്ക് സെയിം ഫിഗർ തന്നെയാണ്, ടെക്സ്റ്റിൽ സെയിം ഫിഗർ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഫയൽ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒറ്റൊരു ഇൻഡെക്സ് വെച്ച് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ നമ്മൾ ലിങ്ക്ഡ് സ്കീം യൂസ് ചെയ്യും. ലിങ്ക്ഡ് സ്കീം എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 or more ഇൻഡെക്സ് ബ്ലോക്സ് ടുഗദർ. ഇപ്പോൾ നേരത്തെ 19 എന്ന് പറയുന്നത് ഒറ്റൊരു ഇൻഡെക്സ് ബോക്സാണ്, അല്ല ഇൻഡെക്സ് ആണ്. അത് ഒന്നിൽ കൂടുതൽ 2 or more ഇൻഡെക്സ് ബ്ലോക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി കൺസിഡർഡ് ആസ് ദ ലിങ്ക്ഡ് സ്കീം. ഓക്കെ, പോയിന്റേഴ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് അല്ലാതെ മൾട്ടിപ്പിൾ ഇൻഡെക്സ് യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ലിങ്ക്ഡ് സ്കീം. ദെൻ മൾട്ടി ലെവൽ ഇൻഡെക്സ്. മൾട്ടി ലെവൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ഇസ് യൂസ്ഡ് ടു പോയിന്റ് ടു ദ സെക്കൻഡ്. ഒരു ചെയിൻ പോലെ നമ്മൾ പേജ് ടേബിൾ പഠിച്ചപ്പോൾ ഔട്ടർ പേജ് ടേബിൾ ആൻഡ് ഇന്നർ പേജ് ടേബിൾ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഒരു ലെവൽ ഫസ്റ്റ് ലെവൽ ഇൻഡെക്സ് ബ്ലോക്ക് ഉണ്ടാവും, അതിൽ നിന്ന് എന്ത് ചെയ്യും, സെക്കൻഡ് ലെവലിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ 2 or 3 മൾട്ടിപ്പിൾ ലെവൽസിലേക്ക് പോകാൻ പറ്റും. അത് ഒരു ഇൻഡെക്സ് അല്ല മെയിൻറ്റെയിൻ ചെയ്യുക. ലിങ്ക്ഡ് സ്കീമിൽ 2 or more ഇൻഡെക്സ് ബ്ലോക്ക് ടുഗദർ ആക്കി വെക്കും പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൾട്ടി ലെവൽ മീൻസ് മോർ ദാൻ 1 ലെവലാണ്. ഫസ്റ്റ് ലെവലിന് സെക്കൻഡ് ലെവലിലോട്ട് കൊടുക്കും, സെക്കൻഡിന് അതർ ലെവൽസിലോട്ട് കൊടുക്കും. അതാണ് മൾട്ടി ലെവൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് കമ്പൈൻഡ് സ്കീം. കമ്പൈൻഡ് സ്കീമിൽ എന്താണ്, അവിടെ ഒരു സ്പെഷ്യൽ ബ്ലോക്ക് ഉണ്ടാവും, ഐനോഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഐനോഡിലാണ് എല്ലാ ഇൻഫർമേഷൻ, ഫയലിൻ്റെ എല്ലാ ഇൻഫർമേഷനും കാര്യങ്ങളും പറയുന്നത്. സി ദിസ് ഈസ് ദ ഐനോഡ്. ഓക്കെ, ഫയലിൻ്റെ പെർമിഷൻ, മോഡ്, ടൈം സ്റ്റാമ്പ്, ബ്ലോക്ക് കൗണ്ട്, അതൊക്കെ എന്ത് ചെയ്യും, അവിടെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഐനോഡിൽ അങ്ങനെ ഒരു ഐനോഡ് വെച്ചിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറയുന്നത്. അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ബ്ലോക്ക്, സിംഗിൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഡയറക്റ്റ് ബ്ലോക്ക് ആണെങ്കിൽ ആ ബ്ലോക്കിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റയിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, ഇതൊരു ഓരോ ഫയലിനും ഐനോഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിലെന്ത് ചെയ്യും, ഫസ്റ്റ് ഡയറക്റ്റ് ബ്ലോക്സിന്റെ കേസിലാണെങ്കിൽ പോയിന്റർ കണ്ടെയ്ൻ ദ അഡ്രസ് ഓഫ് ദ ഡിസ്ക് ബ്ലോക്ക് ദാറ്റ് കണ്ടെയ്ൻസ് ഡാറ്റ. ആ ഫയലിന്റെ ഡാറ്റ, ആ ഫയലിൽ ഡാറ്റ ഏതൊക്കെ ബ്ലോക്കിലാണുള്ളത് ആ കറക്റ്റ് ഡാറ്റേനെ പോയിന്റ് ചെയ്യുന്നതാണ് ഡയറക്റ്റ് ബ്ലോക്ക്. സിംഗിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ദീസ് പോയിന്റേഴ്സ്, ഇവിടെ ഒരു ലെവൽ പോയിന്റർ ഉണ്ടാവും, ആ പോയിന്ററാണ് ഡാറ്റേനെ പോയിന്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്, ഈ ബ്ലോക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഡാറ്റേനെ ചെയ്യുന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ സിംഗിൾ ഇൻഡെക്സിൽ എന്താ ചെയ്യുന്നത്, ഡിസ്ക് ബ്ലോക്ക് ദാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ദ ഫയൽ ഡാറ്റ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, ഡിസ്ക് അഡ്രസ് ആണുള്ളത്. കണ്ടോ, ഇവിടെ ഡിസ്ക് അഡ്രസ്, ആ ഡിസ്ക് അഡ്രസ്സിനാണ് ഡാറ്റനെ കിട്ടുന്നത്. ഇനി ഡബിൾ ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഫസ്റ്റ് ലെവൽ അഡ്രസ്സ് കൊടുക്കും, അത് നെക്സ്റ്റ് ലെവലിലോട്ട് പോകും, ആ ലെവലിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡാറ്റ കിട്ടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്കീമിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ദിസ് വൺ, കമ്പൈൻഡ് സ്കീം. അവിടെ എന്താ ഉള്ളത്, ഐനോഡ് മെയിൻറ്റെയിൻ ചെയ്യും. ഓരോ ഫയലിനും ഒരു ഇൻഫർമേഷൻ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫർമേഷൻ നോഡ്, ഐനോഡ് മീൻസ് ഇൻഫർമേഷൻ നോഡ് മെയിൻറ്റെയിൻ ചെയ്യും. ആ അതിലാണ് എല്ലാ ഫയലിൻ്റെ ഇൻഫർമേഷനും കാര്യങ്ങളും എല്ലാം പറയുന്നത്. ഫയലിൻ്റെ നെയിം, സൈസ്, അതോറിറ്റി, ഓക്കെ, പ്രൊട്ടക്ഷൻ, ഓണർ ആരാണ്, ഓക്കെ. ദെൻ ആക്സസിങ് എങ്ങനെയാണ്, ആക്സസിങ് ഡയറക്റ്റ് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻസ് എ ലിങ്ക് ടു ദ ഡാറ്റ, ഡയറക്റ്റ്ലി ലിങ്ക് ആണ്. സിംഗിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ലെവലിലേക്ക് എൻട്രി, അവിടുന്ന് ഡാറ്റയിലേക്ക്. ഡബിൾ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെവൽ, ഫസ്റ്റ് ലെവൽ ദെൻ സെക്കൻഡ് ലെവൽ, അവിടുന്ന് ഡാറ്റയിലേക്ക്.
ഓക്കെ, ട്രിപ്പിൾ ഇൻഡയറക്റ്റ്, അപ്പോൾ മോർ ദാൻ 3 ലെവൽസ് വരും. സോ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇൻഡെക്സ്ഡ്. നോർമലി ഒരു ഇൻഡെക്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ഇൻഡെക്സ് നമുക്ക് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ സ്മോൾ ഫയൽസ്, ബട്ട് ലാർജ് ഫയൽസിൻ്റെ കേസിൽ ആ ഇൻഡെക്സ് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആണ് ലിങ്ക്ഡ് സ്കീമും മൾട്ടി ലെവൽ ഇൻഡെക്സും കമ്പൈൻഡ് സ്കീമും വരുന്നത്. ലിങ്ക്ഡ് സ്കീം എന്ന് പറഞ്ഞാൽ 2 or more blocks are holding together. Okay, then multi-level means more than one level. First level, then second level, then third level. It's like that. Then combined scheme എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഐ നോഡ്, ഇൻഫർമേഷൻ നോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് കമ്പൈൻഡ് ലെവൽ. ഓക്കെ, ദെൻ അതുപോലെ വരുന്നതാണ് ഫയൽ അലോക്കേഷൻ ടേബിൾ. നമ്മൾ എന്തൊക്കെയാണ് അലോക്കേഷൻ മെത്തേഡ് പഠിച്ചത്? കണ്ടിഗ്യൂസ് പഠിച്ചു, ഡയറക്റ്റ് ആൻഡ് സീക്വൻഷ്യൽ ആക്സസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ലിങ്ക്ഡ് പഠിച്ചു, ലിങ്ക്ഡ് അലോക്കേഷൻ അല്ലേ. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും പറഞ്ഞിട്ടാണ് ലിങ്ക് പഠിച്ചത്. ഇതാ ലിങ്ക്ഡ് അലോക്കേഷൻ അല്ലേ. സ്റ്റാർട്ടിങ് ഒരു പോയിന്ററും ഉണ്ടാവും, എൻഡിങ് പോയിന്ററും പറഞ്ഞു കൊടുക്കും. അവിടെ ഡയറക്റ്റ് ആക്സസിങ് ഇല്ല, ഓൺലി സീക്വൻഷ്യൽ ആക്സസ്. ദെൻ വി ഹാവ് സ്റ്റഡിഡ് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ലിങ്ക്ഡ് അലോക്കേഷൻ്റെ ഒരു വാരിയേഷൻ ആണ്, നിങ്ങൾ ചെയിൻ ഓഫ് പോയിന്റേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു വാരിയേഷൻ ആണ് ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫയൽ അലോക്കേഷൻ ടേബിൾ. ഓക്കെ, വാരിയേഷൻ ഓഫ് ലിങ്ക്ഡ് അലോക്കേഷൻ. ഓക്കെ, അവിടെ എന്താ ഉള്ളത്? അവിടെ സെയിം തന്നെ, നെയിം ഉണ്ട്. ഡയറക്ടറി എൻട്രിയിൽ എന്താ ഉള്ളത്? നെയിം ഉണ്ട്, ഫയലിൻ്റെ പേരും സ്റ്റാർട്ടിംഗ് ബ്ലോക്കും. ആ സ്റ്റാർട്ടിംഗ് ബ്ലോക്കിൽ എന്താണ്? 217 ആണ്. അതിൽ നെക്സ്റ്റ് ബ്ലോക്ക് ആക്സസ് ചെയ്യേണ്ട ബ്ലോക്കിൻ്റെ അഡ്രസ്സ് പറയും. ഓക്കെ, 339. നെക്സ്റ്റ് 339ൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് പറയും. അങ്ങനെ ലാസ്റ്റ് എന്താണ്? -1 എൻട്രി കണ്ടു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് എന്ത്? ഫയൽ അലോക്കേഷൻ ടേബിൾ. ജസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റിനെ പോലെ തന്നെ നമ്മളവിടെ വേറൊരു ടേബിളിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. കുറച്ചും കൂടി എഫിഷ്യൻ മെത്തേഡാണ് ഡിസ്ക് അലോക്കേഷന് വേണ്ടിയിട്ട്. MS-DOS അല്ലെങ്കിൽ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മെത്തേഡ്. അപ്പോൾ FAT ഫയൽ അലോക്കേഷൻ ടേബിളാണ് ലിങ്ക്ഡ് ലിസ്റ്റ് പോലെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഡയറക്ടറി എൻട്രി ബ്ലോക്കിൽ എന്താ ഉള്ളത്? ബ്ലോക്ക് നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്ലോക്ക്. കണ്ടോ, ടെസ്റ്റ് എന്ന് പറയുന്നത് ഫയൽ നെയിം ആണ്. അവരുടെ ഫസ്റ്റ് ബ്ലോക്ക് സെക്കൻഡറി മെമ്മറിയിൽ ഫസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്ലോക്ക് ഏതാണ്? 217ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, 217ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അവിടുന്ന് ചെയിൻ ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, അഡ്രസ്സ് പറഞ്ഞു കൊടുത്ത് നമുക്ക് ചെയിൻ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ലാസ്റ്റ് ബ്ലോക്ക് വരെ ചെയിൻ കണ്ടിന്യൂ ചെയ്യും. ലാസ്റ്റ് ഒരു -1 വാല്യൂ കണ്ടു കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, പിന്നെ അൺയൂസ്ഡ് ബ്ലോക്ക് ആണെങ്കിൽ 0 വെച്ചിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫയൽ അലോക്കേഷൻ ടേബിൾ. ഇറ്റ് ഇസ് ജസ്റ്റ് എ വാരിയേഷൻ ഓഫ് ലിങ്ക്ഡ് അലോക്കേഷൻ. പിന്നെ വരുന്നതാണ് ഇൻഡെക്സ്ഡ്. ഇൻഡെക്സ്ഡ് നമ്മൾ പഠിച്ചു. ഇൻഡെക്സ്ഡിൻ്റെ ഡിഫറെൻറ്റ് സ്കീമും നമ്മൾ പഠിച്ചു. ലിങ്ക്ഡ് സ്കീം ഉണ്ട്. ഓക്കെ, ദെൻ മൾട്ടി ലെവൽ ഉണ്ട്, കമ്പൈൻഡ് സ്കീം ഉണ്ട്. ദിസ് ഈസ് ദ കമ്പൈൻഡ് സ്കീം. Free space management is not in the syllabus. Okay, so next we move on to magnetic disk, mass storage structure. Okay, അതിൽ നമുക്ക് മാഗ്നറ്റിക് ഡിസ്ക് എന്താണ്, ഇതിൻ്റെ മെക്കാനിസം, ഹാർഡ് ഡിസ്ക്, സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് എന്താണ്, മാഗ്നറ്റിക് ടേപ്പ് എന്താണ്, ഡിസ്കിൻ്റെ സ്ട്രക്ചർ എന്താണ്, ഇത്രേ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഡിസ്ക്, ആക്ച്വലി മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രൊവൈഡ്സ് എ സെക്കൻഡറി സ്റ്റോറേജ് അല്ലേ. സെക്കൻഡറി സ്റ്റോറേജിന് വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഡിസ്ക് കൊടുക്കുന്നത്. ദെൻ ഡ്രൈവ്, അവിടെ ഡ്രൈവ് റൊട്ടേറ്റ് ചെയ്യുന്നത് 60 to 250 times per second ആണ്. ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ഡാറ്റ ഫ്ലോ ബിറ്റ്വീൻ ഡ്രൈവ് ആൻഡ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറും ഡ്രൈവിൻ്റെ ഇടയിൽ വരുന്ന ആ ഡാറ്റ റേറ്റ്, എത്ര ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതാണ് വരുന്നത്. ഓക്കെ, ദെൻ പൊസിഷനിങ് ടൈം അല്ലെങ്കിൽ റാൻഡം ആക്സസ് ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടൈം ടു മൂവ് ഡിസ്ക് ആം ടു ഡിസൈൻഡ് സിലിണ്ടർ. ഒരു സിലിണ്ടറിലേക്ക് നമുക്ക് ഡിസ്ക് ആമിനെ വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതിനാണ് സീക്ക് ടൈം എന്ന് പറയുന്നത്. ആൻഡ് ടൈം ഫോർ ഡിസൈഡ് സെക്ടർ ടു റൊട്ടേറ്റ് അണ്ടർ ദ ഡിസ്ക് ഹെഡ്. ഈ രണ്ടിനെയും കൂടിയിട്ടാണ് നമ്മൾ പൊസിഷനിങ് ടൈം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാൻഡം ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. ഇറ്റ്സ് എ ടൈം ടു മൂവ് ഡിസ്ക് ആം ടു ഡിസൈഡ് സിലിണ്ടർ ആൻഡ് ടൈം ഫോർ ഡിസൈഡ് സെക്ടർ ടു റൊട്ടേറ്റ് അണ്ടർ ദ ഡിസ്ക് ഹെഡ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പൊസിഷൻ ടൈം പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സീക്ക് ടൈമും ഉണ്ടാവും, റൊട്ടേഷണൽ ലാറ്റൻസിയും ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ പൊസിഷനിങ് ടൈം പറയാം. അപ്പോൾ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹാർഡ്വെയർ ടൈപ്പ് തന്നെയാണ്, സ്റ്റോറേജിനാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദെൻ ഹെഡ് ക്രാഷ് റിസൾട്ട്സ് ഫ്രം ദ ഡിസ്ക് ഹെഡ് മേക്കിംഗ് കോൺടാക്ട് വിത്ത് ദ ഡിസ്ക് സർഫസ്.
ഓക്കെ, അതിനാണ് ഹെഡ് ക്രാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ക് എന്ന് പറഞ്ഞാൽ റിമൂവബിൾ ആണ്. ഇറ്റ് ഇസ് അറ്റാച്ച്ഡ് ടു ദ കമ്പ്യൂട്ടർ ബൈ IO ബസ് അല്ലേ. IO ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ്സാണ്. ബസ് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. SI, SATA, USB, ഡിഫറെൻറ്റ് ബസ് ഉണ്ട്. അതുപോലെ കൺട്രോളർ ഉണ്ടാവും, ഹോസ്റ്റ് കൺട്രോളർ ഉണ്ടാവും കമ്പ്യൂട്ടറിൽ. ഓക്കെ, ഇറ്റ് യൂസസ് ദ ബസ് ടു ടോക്ക് ടു ഡിസ്ക് കൺട്രോളർ. ഓക്കെ, കൺട്രോളർ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കൺട്രോളേഴ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത്. Then we have moving head disk mechanism. Okay, അപ്പോൾ അതിൽ എന്താണ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, അപ്പോൾ ഈ ഒരു ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണുള്ളത്, ഒരു ആം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്കിന് നമ്മൾ സിലിണ്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു, സിലിണ്ടേഴ്സിനെ റാക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ ദർ ഇസ് എ പ്ലേറ്റർ സർഫസ് ഉണ്ട്. ഓക്കെ, പ്ലേറ്ററിനെ നമ്മൾ ട്രാക്ക് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ട്രാക്ക് ആക്കിയിട്ട് ട്രാക്സിനെ ഫെർദർ ആയിട്ട് നമ്മൾ സെക്ടേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഹൈ സ്പീഡിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്ലേറ്റേഴ്സ് ഉണ്ട്. പ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഡിസ്ക് ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് കവറിങ് ആണ്. അപ്പോൾ ഹാർഡ് ഡിസ്ക് പ്ലേറ്റേഴ്സ് ഒക്കെ റിജിഡ് മെറ്റൽ വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ, റിജിഡ് മെറ്റൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഫ്ലോപ്പീൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ പ്ലാറ്ററിന് ശരിക്കും പറഞ്ഞാൽ 2 സർഫസ് ഉണ്ട്. ഓക്കെ, 2 സർഫസ് ആണുള്ളത്. ഓക്കെ, ദെൻ ഈച്ച് വർക്കിംഗ് സർഫസിന് നമുക്ക് എന്താക്കി പറ്റും, ഒന്ന് വർക്കിംഗ് സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് സർഫസിന് നമ്മൾ എന്ത് ചെയ്യും, കുറേ ട്രാക്ക് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ടോ, കുറേ പ്ലാറ്റേഴ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്ലാറ്റേഴ്സിന് നമ്മൾ എന്താക്കി മാറ്റും, ട്രാക്ക് ആക്കി മാറ്റും. ഓക്കെ, ട്രാക്ക് സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, പ്ലേറ്ററിൻ്റെ എഡ്ജിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ട്രാക്കായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രാക്കിനെ നമ്മൾ പിന്നെ എന്ത് ചെയ്യും, സെക്ടർ ആക്കി ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ട്രാക്കാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിലിണ്ടറായിട്ട് മാറുന്നത്. പ്ലേറ്റേഴ്സ് നമ്മൾ ഇങ്ങനെ റാക്ക് പോലെ വെച്ചിട്ടുണ്ട്. പ്ലേറ്ററിൽ വർക്കിംഗ് ഏരിയ ഉണ്ടാവും, 2 സർഫസ് ആണുള്ളത്. വർക്കിംഗ് സർഫസിന് നമ്മൾ എന്ത് ചെയ്യും, ട്രാക്ക് ആക്കി ഡിവൈഡ് ചെയ്യും. ഈ ട്രാക്കിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ സിലിണ്ടറായിട്ട് പറയുന്നത്. കണ്ടോ, ഇത്രയും ട്രാക്സ് ആണ്, ട്രാക്സിനെ അറേഞ്ച് ചെയ്യുന്നു. ആ ട്രാക്കിനെ വിത്തിൻ ട്രാക്കിൽ വരുന്ന ഡിവിഷനാണ് സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി നമുക്കൊരു ആം ഉണ്ട്. ആമിലാണ് നമുക്ക് റീഡ് റൈറ്റ് ഹെഡ് ഉള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ റീഡ് റൈറ്റ് ഓപ്പറേഷൻ ചെയ്യുക. അപ്പോൾ ഓരോ പ്ലേറ്ററിനെയും ഈ ഹെഡ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു നടുവിലൊരു സ്പിൻഡിലുണ്ട് റൊട്ടേഷന് വേണ്ടിയിട്ട്. നമുക്ക് എന്താ ഉള്ളത്, പ്ലേറ്റേഴ്സ് ആണുള്ളത്. പ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നോർമലി ഹാർഡ് ഡിസ്കിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് റിജിഡ് മെറ്റീരിയൽ. ഫ്ലോപ്പി ഒക്കെ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഓഫ് പ്ലാസ്റ്റിക്. ഇനി പ്ലേറ്ററിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻഡ് ട്രാക്കിൻ്റെ കളക്ഷനാണ് ശരിക്കും സിലിണ്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഈച്ച് ട്രാക്ക് ഇസ് ഡിവൈഡഡ് ഇൻടു സെക്ടേഴ്സ്. ഓക്കെ, സെക്ടർ ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമുക്കൊരു ഡാറ്റനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബൈ റീഡ് റൈറ്റ് ഹെഡ് ആണ്. ഓക്കെ, റീഡ് റൈറ്റ് ഹെഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നത് ഒരു ആം അസംബ്ലി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഒരു സിലിണ്ടറിൽ നിന്ന് വേറെ സിലിണ്ടറിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആമിനെ കൺട്രോൾ ചെയ്യണം. അത് ആം അസംബ്ലി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹെഡ്സ്. ഓക്കെ, എത്ര വർക്കിംഗ് സർഫസ് ഉണ്ടോ അത്രയും ആയിരിക്കും സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന് പറയുന്നത് സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഹെഡ്സ്, അത് നമ്പർ ഓഫ് വർക്കിംഗ് സർഫസ്. പ്ലേറ്ററിന് മുകളിൽ എത്ര പ്ലേറ്റേഴ്സ് ഉണ്ട്, എത്ര വർക്കിംഗ് സർഫസ് ഉണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് ട്രാക്സിനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്പർ ഓഫ് സെക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇനി സെക്ടറിൻ്റെ മുകളിൽ എത്ര ബൈറ്റ് പെർ സെക്ടർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സ്റ്റോറേജ് കപ്പാസിറ്റി പറയുന്നത്. ഓക്കെ, അതാണ് നോർമലി ഒരു മൂവിങ് ഹെഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് സെക്കൻഡറി സ്റ്റോറേജ് തന്നെയാണ്. അവിടെ കുറച്ച് സ്പെസിഫിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്ലേറ്റേഴ്സിൻ്റെ റേഞ്ച് 0.85 to 14 ഇഞ്ചാണ്. കോമൺലി ഇതാണ് കാണുന്നത്. റേഞ്ച് 30 GB to 3 TB വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. പെർഫോമൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫർ റേറ്റ് 6 GB per second ആണ്. എഫക്റ്റീവ് ട്രാൻസ്ഫർ റേറ്റ് 1 GB per second ആയിട്ടാണ് വരുന്നത്. സീക്ക് ടൈം എന്ന് പറയുന്നത് 3 millisecond to 12 millisecond. ഓക്കെ, 9 millisecond ആണ് നോർമലി ഡെസ്ക്ടോപ്പിന് കാണുന്നത്. ആവറേജ് സീക്ക് ടൈം മെഷേർഡ് ഓർ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ 1/3 ഓഫ് ട്രാക്സ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാവും.
ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞാൽ എന്താണ് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറയുന്നത് ഇതാണ് സ്ട്രക്ചർ. മാഗ്നറ്റിക് ഡിസ്കിന്റെ മെക്കാനിസം ഇത് തന്നെയാണ്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ഓക്കെ, അതാണ് ഹെഡ് ഡിസ്ക് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നത് പൊസിഷനിങ് ടൈം, നമ്മൾ നേരത്തെ പഠിച്ച റൊട്ടേഷണൽ ലേറ്റൻസി അല്ലെ. മാഗ്നറ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞാൽ ബൾക്ക് ഓഫ് സെക്കൻഡറി സ്റ്റോറേജ് ആണ്. അവിടെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറയുന്നത് എത്ര റേറ്റിൽ നമുക്ക് ഡാറ്റ ഫ്ലോ ചെയ്യാൻ പറ്റും. കൺട്രോളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് സെക്കൻഡറി സ്റ്റോറേജിൽ നിന്ന് എന്ത് ചെയ്യണം, ഡാറ്റ എടുത്തിട്ട് വെക്കണം അല്ലെ. ഏതൊരു പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പോഴും ആ പ്രോഗ്രാം എവിടെ ഉണ്ടാവണം, മെയിൻ മെമ്മറിയിൽ ഉണ്ടാവണം. ബട്ട് മെയിൻ മെമ്മറി സൈസ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫയൽസിനൊക്കെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും, സെക്കൻഡറി സ്റ്റോറേജിൽ മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷെ അവിടെ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ മെമ്മറിയിൽ വെക്കുന്നത്. ഓക്കെ, സോ അവിടെ ഒരു റീഡ് ഓപ്പറേഷൻ അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ ചെയ്യണം. സോ യൂസിങ് കൺട്രോളർ ആൻഡ് IO ബസ് ആണ് നമ്മൾ ചെയ്യുക. ഓക്കെ, കൺട്രോളേഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് പൊസിഷനിങ് ടൈം, ട്രാൻസ്ഫർ റേറ്റ് എന്നൊക്കെ പറയുന്നത്, റൊട്ടേഷണൽ ലാറ്റൻസി. ഓക്കെ, ഇതൊക്കെയാണ് അവിടെ വരുന്ന പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹോസ്റ്റ് കൺട്രോളർ, കമ്പ്യൂട്ടറിന്റെ സൈഡിൽ ഹോസ്റ്റ് കൺട്രോളർ ഉണ്ടാവും, ഡിസ്കിന്റെ സൈഡിൽ ഡിസ്ക് കൺട്രോളർ ഉണ്ടാവും. അവർ തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, കമാൻഡ്സ് ഇഷ്യൂ ചെയ്തിട്ട് ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് വഴി ഡാറ്റ ട്രാൻസ്ഫർ നടത്തുന്നത്. സോ അതിന് IO ബസ് ഉണ്ട്, ബസ്സാണ് ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ് ഉണ്ട്. അപ്പോൾ ഹോസ്റ്റ് കൺട്രോളർ കമ്മ്യൂണിക്കേറ്റ്സ് വിത്ത് ഡിസ്ക് കൺട്രോളർ. ഓക്കെ, ദാറ്റ് ഇസ് ദ കേസ്. Then we have solid state disk. Okay, solid state disk in the case എന്താണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, ഓക്കെ, നമ്മൾ ടെക്നോളജീസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഓൾഡ് ടെക്നോളജി അല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റിട്രീവും ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റണം. സോ അതിനാണ് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് അല്ലെങ്കിൽ SSDs എന്ന് പറയുന്നത്. അപ്പോൾ SSD യൂസ് ചെയ്യണത് മെമ്മറി ടെക്നോളജീസ് സ്മോൾ ഫാസ്റ്റ് ഹാർഡ് ഡിസ്ക് ആണ്. ഓക്കെ, സ്മോൾ ഫാസ്റ്റ് ആണ്. എന്താണ് കുറച്ചും കൂടെ ടെക്നോളജിക്കലി വേരിയേഷൻസ് അവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഹാർഡ് ഡിസ്കിനേക്കാളും ഹാർഡ് ഡിസ്ക് ഡ്രൈവിനേക്കാളും കുറച്ചും കൂടെ റിലയബിൾ ആണ് സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് യൂസസ് ഫ്ലാഷ് മെമ്മറി അല്ലെങ്കിൽ DRAM ചിപ്സ് വെച്ചിട്ടാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഇവിടെ മൂവിങ് പാർട്ടോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് അവിടെ ഹെഡ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ, റീഡ് റൈറ്റ് ഹെഡ്. ഇവിടെ മൂവ്മെന്റ് കാര്യങ്ങളില്ല. സോ ദേ ആർ ഫാസ്റ്റർ ദാൻ ദ ട്രഡീഷണൽ ഹാർഡ് ഡിസ്ക്. നേരത്തേതിനേക്കാളും കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ്. ഷെഡ്യൂൾ ചെയ്യാനും ഡിസ്ക് ആക്സസിങ് ഒക്കെ കുറച്ചും കൂടെ ഈസിയാണ്. ഓക്കെ, പിന്നെ ദേ ഹാവ് ദ വീക്ക്നെസ് എന്ന് പറയുന്നത് ദേ ആർ മോർ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ദേ ആർ ഫാസ്റ്റർ ആണ്, ബട്ട് ദേ ഹാവ് ഷോർട്ടർ ലൈഫ് സ്പാൻ ആണ്, മോർ എക്സ്പെൻസീവ് ആണ് കമ്പയർഡ് ടു ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഷോർട്ടർ ലൈഫ് സ്പാൻ ആണ്. അപ്പോൾ ഡ്യൂറേഷൻ എന്താണ്, ലൈഫ് സ്പാൻ കുറവാണ്. അപ്പോൾ ഇത് നോർമലി എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈ സ്പീഡ് ക്യാഷ് ഒക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പെട്ടെന്നായിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡാറ്റ ആക്സസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ SSD വെക്കും. ഇപ്പം നമ്മൾ കണ്ടില്ല ഐനോഡിന്റെ ഇൻഫർമേഷൻ, നമ്മൾ ഫയലിന്റെ ഒരു ഇൻഫർമേഷൻ ഐനോഡിൽ വെക്കും എന്ന് പറഞ്ഞില്ലേ. ദാറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഓപ്പൺ യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ആണ്. സോ അതൊക്കെ നമ്മൾ എവിടെയാണ് കീപ്പ് ചെയ്യുക, നോർമലി SSDsലാണ് യൂസ് ചെയ്യുക. അതുപോലെ ബൂട്ട് ഡിസ്ക്, ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളും എക്സിക്യൂട്ടബിൾ ഫയൽസും ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ആവശ്യമാണ്. സോ ദാറ്റ് വിൽ ബി കെപ്റ്റ് ഇൻ SSD. ഓക്കെ, അപ്പോൾ SSDs ആർ ഓൾസോ യൂസ്ഡ് ഇൻ ലാപ്ടോപ്പ് ടു മേക്ക് ദം സ്മോളർ, ഫാസ്റ്റർ ആൻഡ് ലൈറ്റർ. ഓക്കെ, മൂവിങ് പാർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ റൊട്ടേഷണൽ ലാറ്റൻസി, സീക്ക് ടൈം ഇതൊന്നും ഇല്ല. ഓക്കെ, ബട്ട് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്യും. കാരണം ലാപ്ടോപ്പ് നമ്മൾ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഫാസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ SSDs ആണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ട്രഡീഷണൽ ഹാർഡ് ഡിസ്കിനേക്കാൾ എന്തുകൊണ്ട് ഫാസ്റ്റർ എന്താണ്, SSDs ആണ്. ത്രൂപുട്ടും ഹൈ ആണ്. ബട്ട് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് ഇറ്റ് ഹാവ് ലെസ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് സോളിഡ് സ്റ്റേറ്റ് ഡിസ്ക്. അതിന്റെ ഫിഗർ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് SSDs എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് ഹാർഡ് ഡിസ്ക് ആൻഡ് യു ഹാവ് ടു റൈറ്റ്. ഓക്കെ, ദെൻ വി ഹാവ് മാഗ്നറ്റിക് ടൈപ്സ്. മാഗ്നറ്റിക് ടൈപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതുപോലെ തന്നെ നമ്മൾ കോമൺലി യൂസ്ഡ് ആയിട്ടുള്ള സെക്കൻഡറി സ്റ്റോറേജ് തന്നെ വരുന്നതാണ് എന്താണ് മാഗ്നറ്റിക് ടാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കപ്പിനാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുക. ആക്സസിങ് എ പെർട്ടിക്കുലർ സ്പോട്ട് ഓൺ എ മാഗ്നറ്റിക് ടാപ്പ് ക്യാൻ ബി സ്ലോ. ഓക്കെ, എക്സ്പെൻസീവ് ഒന്നുമല്ല, ബട്ട് ആക്സസിങ് ഒക്കെ എന്താണ് നോർമലി സ്ലോ ആണ്. ഓക്കെ, നമ്മൾ ഹാർഡ് ഡിസ്കിനേക്കാളും 1000 ടൈംസ് ഒക്കെ ആക്സസ് ടൈം എന്താണ് സ്ലോ ആണ്. ഓക്കെ, നമ്മൾ നോർമലി ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റയാണ് സെക്കൻഡറി ബാക്കപ്പ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ടാപ്പ് യൂസ് ചെയ്യുന്നത്. ബാക്കപ്പ് അല്ലെങ്കിൽ സ്റ്റോറേജ് ആണ്. അപ്പോൾ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത ഡാറ്റേനെ നമ്മൾ എന്തിൽ ചെയ്ത് വെക്കും, ബാക്കപ്പ് ചെയ്ത് വെക്കും. നമ്മളിപ്പോൾ ഫോട്ടോസ് നമ്മൾ എപ്പോഴും കാണില്ല. സോ വിൽ മൂവ് ബാക്ക് ടു ഹാർഡ് ഡിസ്ക്. ഓക്കെ, അതപ്പോൾ മാഗ്നറ്റിക് ടാപ്പിലാണ് നമ്മൾ നോർമലി യൂസ് ചെയ്യുക. ഓക്കെ, കപ്പാസിറ്റി എന്ന് പറയുന്നത് ടാപ്പ് ഡ്രൈവിലൊക്കെ കപ്പാസിറ്റി 20 to 200 GB ആണ് പറയാ. ഓക്കെ, ബേസിക്കലി എന്താണ്
ഒരു ബാക്കപ്പ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് മാത്രമാണ് മാഗ്നറ്റിക് ടാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് മാഗ്നറ്റിക് ടാപ്പിന്റെ കേസ് പറയുന്നത്. ദെൻ ഡിസ്ക് സ്ട്രക്ചർ. ഡിസ്ക് സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. ഡിസ്ക് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ എന്തായിരുന്നു, ഹെഡ് സെക്ടർ സിലിണ്ടർ ആയിട്ടാണ് പറയുന്നത് അല്ലേ. സിലിണ്ടർ ആക്കി മാറ്റി, ഓക്കെ, സിലിണ്ടറിൽ ട്രാക്ക് ആക്കി മാറ്റി, ദെൻ സെക്ടർ ആക്കി മാറ്റി, അങ്ങനെയായിരുന്നു പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഡിസ്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡിസ്ക് ഡ്രൈവ്സ് ആർ അറേഞ്ച്ഡ് ആസ് എ ലാർജ് വൺ ഡയമെൻഷണൽ അറേ ഓഫ് ലോജിക്കൽ ബ്ലോക്ക് അല്ലേ. ഡിസ്ക് ഡ്രൈവിനെ ലോജിക്കൽ ബ്ലോക്ക് ആക്കി മാറ്റും. ഈ ലോജിക്കൽ ബ്ലോക്കാണ് ഏറ്റവും സ്മോളസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്മോളസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എന്താണ്, ഈ ലോജിക്കൽ ബ്ലോക്ക് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ഡിസ്ക് സ്ട്രക്ചർ പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഫോർമാറ്റിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ലോ ലെവൽ ഫോർമാറ്റിംഗ് ക്രിയേറ്റ്സ് ലോജിക്കൽ ബ്ലോക്സ് ഓൺ ഫിസിക്കൽ മീഡിയ. അപ്പോൾ നോർമലി ഒന്നുമില്ല, ഡിസ്ക് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലോജിക്കൽ ബ്ലോക്ക് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ all disk have some bad sectors and therefore disk maintain a few spare sectors that can be used in place of bad ones. Okay, നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടായിട്ടുണ്ട്, ബാഡ് സെക്ടേഴ്സ് ആയിട്ടും വരാം. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പൊസിഷൻസ് ഉണ്ടാവും. അതുപോലെ മോഡേൺ ഹാർഡ് ഡ്രൈവ്സ് ക്യാൻ ഹാവ് തൗസൻഡ്സ് ഓഫ് സിലിണ്ടേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് സെക്ടേഴ്സ് പെർ ട്രാക്ക് അല്ലേ. ഇപ്പം ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് സിലിണ്ടേഴ്സിന്റെ എണ്ണവും കൂടും. അതുപോലെ തന്നെ എന്താണ്, സെക്ടർ പെർ ട്രാക്ക് എല്ലാം എന്തായിരിക്കും, കൂടിയിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡിസ്കിന്റെ സ്ട്രക്ചർ എന്താവുന്നുണ്ട്, ഡിഫറെൻറ്റ് അഡ്വാൻസ്മെന്റ് വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ നോർമലി ലോജിക്കൽ ബ്ലോക്ക് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നിട്ട് അതിനെ സിലിണ്ടർ ആക്കി മാറ്റി, പ്ലേറ്റേഴ്സ് ഉണ്ട്, സിലിണ്ടേഴ്സ് ഉണ്ട്, ഓക്കെ, ദെൻ ട്രാക്ക് ഉണ്ട്, സെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോജിക്കൽ ബ്ലോക്ക് ആക്കി മാറ്റാൻ പറ്റും. ദാറ്റ് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ്. ഓക്കെ, അപ്പോൾ മോഡേൺ ഹാർഡ് ഡ്രൈവിലൊക്കെ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് തൗസൻഡ്സ് ഓഫ് സിലിണ്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ബിറ്റിന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദ ഫിസിക്കൽ മീഡിയ. നമ്മൾ ബസ് വഴി എന്ത് ചെയ്യും, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ ബസ് വഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സൈഡിൽ ഹോസ്റ്റ് കൺട്രോളർ ഉണ്ടാവും, അതുപോലെ ഡിസ്കിന്റെ സൈഡിൽ ഡിസ്ക് കൺട്രോളർ ഉണ്ടാവും. അത് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റീഡ് ചെയ്യാനുള്ളൊരു ഇത് വന്നു കഴിഞ്ഞാൽ ഫയൽ ഓപ്പൺ ആവും. ഫയൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ് ഉണ്ടാവും, സിസ്റ്റം കോൾ വർക്ക് ചെയ്യും, എന്നിട്ട് റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നോർമലി ഇപ്പോൾ ഉള്ള ഡിസ്കിൽ നമുക്ക് സെക്ടേഴ്സിനെയും സിലിണ്ടേഴ്സിനെയും ഒക്കെ നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നത് ഇവിടെ രണ്ട് ടേമാണ് മെയിൻലി പറയുന്നത്. അവിടെ കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റിയും അതുപോലെ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞ രണ്ട് ടേം ഉണ്ട്. ഓക്കെ, കോൺസ്റ്റന്റ് ലിനിയർ ആൻഡ് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വിത്ത് കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റി ഉണ്ട്, കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി. കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡെൻസിറ്റി ഓഫ് ബിറ്റ്സ് ഈസ് യൂണിഫോം ഫ്രം സിലിണ്ടർ ടു സിലിണ്ടർ. ഓക്കെ, അപ്പോൾ സിലിണ്ടേഴ്സും കൂടുതലാണ്, സെക്ടേഴ്സും കൂടുതലാണെങ്കിൽ അവരുടെ ഡെൻസിറ്റി ഓഫ് ബിറ്റ് എത്രയാണ്, എത്ര ബിറ്റ് നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ സിലിണ്ടറിലും എന്താണ്, ഡെൻസിറ്റി ഓഫ് ബിറ്റ് യൂണിഫോം ആയിരിക്കും കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റിയിൽ. കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റിയിൽ ഡിസ്ക് റൊട്ടേറ്റ്സ് അറ്റ് എ കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡ് വിത്ത് ദ ബിറ്റ് ഡെൻസിറ്റി. ഓക്കെ, അപ്പോൾ ആംഗുലാർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എന്താ, ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു കോൺസ്റ്റന്റ് ആംഗുലാർ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, മറ്റേത് എന്താണ്, കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അവിടെ ഡെൻസിറ്റി ഓഫ് ബിറ്റ് യൂണിഫോം ആയിരിക്കും. ഓരോ സിലിണ്ടറിൽ നിന്ന് വേറെ സിലിണ്ടറിലേക്ക് ഡെൻസിറ്റി ഓഫ് ബിറ്റ് എന്തായിരിക്കും, യൂണിഫോം ആയിരിക്കും. അതാണ് കോൺസ്റ്റന്റ് ലിനിയർ വെലോസിറ്റി CLV. ഇവിടെ കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി CAV. ഈ രണ്ട് ടേമും അതിലെ ഡിസ്ക് സ്ട്രക്ചറിൽ വരുന്നതാണ്. ഓക്കെ, then we have disk attachment. Disk attachment എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി, ഒരു ഡിസ്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസ്ക് ഡ്രൈവിനെ നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ടു എ നെറ്റ്വർക്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോർമലി അറിയാം, ബസ് വഴിയും IO പോർട്ട് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി സ്റ്റോറേജ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ് ഉണ്ട്. SCSI എന്നെല്ലാം പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ബസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 16 ഡിവൈസിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും ഒരു ടേബിളിൽ, അതാണ് SCSI എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ് ഉണ്ട്. അപ്പോൾ ഹോസ്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ലോക്കൽ ഡിസ്ക് ആർ ആക്സസ്ഡ് ത്രൂ IO പോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഡിസ്ക് അറ്റാച്ച്മെന്റ് നമുക്ക് എങ്ങനെ അറ്റാച്ച് ചെയ്യാം, അതിൽ ഹോസ്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിയർ ദ ഡിസ്ക് ആർ ആക്സസ്ഡ് ത്രൂ IO പോർട്ട്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറെൻറ്റ് ബസ്സസ് ഉണ്ടാവും. SCSI ഇസ് എ സ്റ്റാൻഡേർഡ് ബസ്. അതിൽ തന്നെ നമുക്ക് പറഞ്ഞു 16 ടാർഗറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ബസ്സസ് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ വരുന്നതാണ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റോറേജ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് NAS. അപ്പോൾ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരു ഡിസ്കിന് അറ്റാച്ച് ചെയ്യാനുള്ള വഴിയാണ്. പക്ഷേ
അവിടെ നമ്മൾ നെറ്റ്വർക്ക് ആണ്. നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കണക്ട്സ് സ്റ്റോറേജ് ഡിവൈസസ് ടു കമ്പ്യൂട്ടേഴ്സ് യൂസിങ് എ റിമോട്ട് പ്രൊസീജിയർ. അത് RPC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിമോട്ട് പ്രൊസീജിയർ കോൾ ഉണ്ടാവും, ഒരു ഇന്റർഫേസ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫയൽ സിസ്റ്റത്തിനെ കണക്ട് ചെയ്യും. അതാണ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഡിഫറെൻറ്റ് യൂസേഴ്സ് ഉണ്ടാവും. ആ യൂസേഴ്സിന് ഫയൽ സിസ്റ്റമായിട്ട് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രൂ എ നെറ്റ്വർക്ക്, ഒരു റിമോട്ട് നെറ്റ്വർക്ക് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അതാണ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് SCSI കേബിളിംഗ് ഓർ ISCI യൂസിങ് പ്രോട്ടോകോൾസ്. ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാനും എല്ലാത്തിനും നമുക്ക് പറ്റും. അതാണ് നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജ്. പിന്നെ വരുന്നതാണ് സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക്. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് SAN. ഓക്കെ, ഇറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്റ്റോറേജ് ഡിവൈസസ് ഇൻ എ നെറ്റ്വർക്ക് യൂസിങ് പ്രോട്ടോകോൾസ്. ഓക്കെ, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ അല്ല, അവിടെ സ്റ്റോറേജ് പ്രോട്ടോകോളാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ നെറ്റ്വർക്ക് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുക. ഓക്കെ, റിമോട്ട്ലി നമ്മൾ കണക്ട് ചെയ്യും. റിമോട്ട്ലി കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, യൂസിങ് എന്താണ്, നെറ്റ്വർക്ക് പ്രോട്ടോകോൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക, NAS. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജും ക്ലയൻസിൻ്റെ ഇടയിൽ എന്താണ് ഉണ്ടാവുക, നെറ്റ്വർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ റിമോട്ട് പ്രൊസീജിയർ കോളോ അതുപോലെ അത് നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അല്ലെങ്കിൽ പ്രോട്ടോകോൾസ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുക. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്കിൻ്റെ കേസിൽ ഇവിടെ എന്താണ്, നമ്മൾ സ്റ്റോറേജ് പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുക, നെറ്റ്വർക്ക് അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, സ്റ്റോറേജ് എറേ ഉണ്ടാവും. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് വഴി നമുക്ക് സെർവറിനെ കണക്ട് ചെയ്യാം. അത് നെറ്റ്വർക്ക് വഴി ക്ലയന്റിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആണ്, ഡൈനാമിക് ആണ്. ഹോസ്റ്റിനും ഡിവൈസിനും എന്ത് ചെയ്യാൻ പറ്റും, അറ്റാച്ച് ചെയ്യും ഡിറ്റാച്ച് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് കൺട്രോളബിൾ ആണ്. എത്ര ഹോസ്റ്റിന് എത്ര ഡിവൈസിനെ കൺട്രോൾ ചെയ്യാനെല്ലാം നമുക്ക് പറ്റും. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഹോസ്റ്റ് അറ്റാച്ച് ടു എ മൾട്ടിപ്പിൾ സ്റ്റോറേജ് എറേ. ഓക്കെ, കുറേ ഹോസ്റ്റ് ഉണ്ടാവും, ഡാറ്റ പ്രോസസ്സിംഗ് സെന്റർ, വെബ് കണ്ടന്റ് പ്രൊവൈഡർ, അതുപോലെ ക്ലയൻസ്, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയും സ്റ്റോറേജ് എറേ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമുക്ക് എത്ര ആൾക്കാരെ വേണമെങ്കിലും ആഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ഡിറ്റാച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡിസ്ക് അറ്റാച്ച്മെന്റ് പറയുന്നത്. ഓക്കെ, ഹോസ്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യുക. അതാണ് ഹോസ്റ്റ് അറ്റാച്ച്ഡ് സ്റ്റോറേജ് പറയുന്നത്. എക്സാമ്പിൾ SCSI ബസ്. ഓക്കെ, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ നെറ്റ്വർക്കിംഗ് പ്രോട്ടോകോൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയൽ സിസ്റ്റത്തിനെ കണക്ട് ചെയ്യുന്നു. അതാണ് NAS. ദെൻ സ്റ്റോറേജ് ഏരിയ നെറ്റ്വർക്ക് SA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ഹോസ്റ്റിനൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം, ബട്ട് സ്റ്റോറേജ് പ്രോട്ടോകോൾസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഡിസ്ക് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്ക് ഷെഡ്യൂളിംഗ് നമ്മൾ ഓൾറെഡി പ്രോബ്ലംസ് സോൾവ് ചെയ്തു. ഓക്കെ, then last topic is actually formatting. ഓക്കെ, അപ്പോൾ ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കിനെ എങ്ങനെയാണ് കോൺഫിഗർ ചെയ്യുക, ദാറ്റ് ഈസ് ഡിസ്ക് ഫോർമാറ്റിംഗ്. ഓക്കെ, ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലോപ്പി ആണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഡിസ്ക് ഫോർമാറ്റിംഗ് നമുക്ക് മാഗ്നറ്റിക് പ്ലേറ്റർ ഹാർഡ് ഡ്രൈവിൻ്റെ മുകളിലും സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിൻ്റെ മുകളിലും ഏതിൻ്റെ മുകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഇപ്പം റെഡി ടു യൂസ് ആയിട്ടുള്ള ഒരു ഹാർഡ് ഡ്രൈവ് ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വൈറസിനെ സ്കാൻ ചെയ്യും. എന്നിട്ട് വൈറസിനെ സ്കാൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ സെക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്ത് റിപ്പയർ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബാഡ് ആപ്ലിക്കേഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അപ്പോൾ ഡിസ്ക് ഫോർമാറ്റിംഗ് നോർമലി ഡിലീറ്റ്സ് ഡാറ്റ ആൻഡ് റിമൂവ്സ് ഓൾ പ്രോഗ്രാംസ് അല്ലേ, അതാണ് ഫോർമാറ്റിംഗ്. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും ഡിസ്കിന് ഫോർമാറ്റിംഗ്. അപ്പോൾ ഡാറ്റയും ഡിലീറ്റ് ചെയ്യും, അതുപോലെ എല്ലാ പ്രോഗ്രാംസും ഉണ്ടെങ്കിൽ ആ ഡ്രൈവിൽ ഏതൊക്കെ പ്രോഗ്രാംസ് ഇൻസ്റ്റാൾഡ് ആണോ അതൊക്കെ എന്താവും, ഡിലീറ്റ് ആവും. സോ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യു ഷുഡ് ബി വെരി കോഷ്യസ്. ഓക്കെ, കറക്റ്റായിട്ട്, അല്ലെങ്കിൽ കാരണം ബാക്കപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫോർമാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം അങ്ങ് ഫോർമാറ്റ് ആവും. അപ്പോൾ ഡിസ്ക് ഫോർമാറ്റിംഗ് നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ ഫോർമാറ്റിംഗും ഉണ്ട്, അതുപോലെ പാർട്ടീഷനിങ്ങും ഉണ്ട്, ഹൈ ലെവൽ ഫോർമാറ്റിംഗും ഉണ്ട്. ഓക്കെ, ഡിസ്ക് ഫോർമാറ്റിംഗ് നമുക്ക് 3 വേ ആണ് പറയുന്നത്. ഒന്ന് ലോ ലെവൽ ഫോർമാറ്റിംഗ്, ദെൻ പാർട്ടീഷനിങ്, ദെൻ ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ഓക്കെ, ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഫിസിക്കൽ ഫോർമാറ്റിംഗ്. ഓക്കെ, സിലിണ്ടേഴ്സിനെയും ട്രാക്സിനെയും ഒക്കെ ഇതാക്കുക, ഡിവൈഡ് ചെയ്ത് വെക്കുക, അതിനൊക്കെയാണ് എന്ത്, ലോ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഹാർഡ് ഡിസ്ക് മാനുഫാക്ചേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
അത് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുക, അതൊക്കെയാണ് ഡിസ്കിനെ ഡിവൈഡ് ചെയ്യുക, സെക്ടേഴ്സ് ആക്കി മാറ്റുക, അതൊക്കെയാണ് ലോ ലെവൽ ഫോർമാറ്റിംഗിൽ വരുന്നത്. ഓക്കെ, ദെൻ പാർട്ടീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിവിഷൻസ് ആക്കി മാറ്റുക, അല്ലെ ഹാർഡ് ഡിസ്കിനെ 1 or more റീജൻ ആക്കി പാർട്ടീഷൻ ആക്കുക, അതാണ് പാർട്ടീഷനിങ് വരുന്നത്. ദെൻ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് മീൻസ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റൈറ്റിംഗ്. നമ്മളിപ്പോൾ ഒരു ഫയലിലേക്ക് റൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് എന്ത് പറയുന്നത്, ഹൈ ലെവൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഒരു ഡ്രൈവിലേക്ക് നമുക്ക് പുതുതായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുന്നു, ഓൾറെഡി ഉള്ള കണ്ടന്റിനെ എറേസ് ചെയ്തിട്ട് പുതുതായിട്ട് നമ്മൾ എന്തെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ അതൊക്കെയാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗിൽ വരുന്നത്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യാൻ, ഹാർഡ് ഡിസ്കിലെ ഡാറ്റനെ ക്ലിയർ ചെയ്യുക, ബൂട്ടിംഗ് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുക, പിന്നെ ഫയൽ ആക്സസ് ടേബിൾ കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഒക്കെ ചെയ്യുന്നതാണ് ഹൈ ലെവൽ ഫോർമാറ്റിംഗ്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ സെക്ടേഴ്സ്, സിലിണ്ടറിക്കൽ, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ മാനുഫാക്ചേഴ്സ് നോക്കുന്നതാണ് ലോ ലെവൽ. പാർട്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വോളിയംസ് ആക്കി ഡിവൈഡ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ പാർട്ടീഷൻ എന്ന് പറയുന്നത്. ഹൈ ലെവലിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഓൾറെഡി ഹാർഡ് ഡിസ്കിൽ ഡാറ്റ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക, ദെൻ എന്താണ് ബൂട്ട് ഇൻഫർമേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും OSന് ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് എന്ത്, ഹൈ ലെവൽ ഫോർമാറ്റിംഗ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഫോർമാറ്റിംഗ്. ഡിസ്ക് ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ലോ ലെവലിൽ ചെയ്യാം, അതുപോലെ പാർട്ടീഷനിങ് ചെയ്യാം, ദെൻ ഹൈ ലെവൽ ഫോർമാറ്റിംഗ് നമുക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ദ സ്റ്റെപ്സ് ഓഫ് ഫോർമാറ്റിംഗ്. സോ അതോടെ നമുക്ക് എന്താ, ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഇഫ് ദർ ഇസ് എനി ഡൗട്ട് വി ക്യാൻ ക്ലിയർ ഇറ്റ് ഇൻ ദ ക്ലാസ് അവേഴ്സ്. ഓക്കെ, താങ്ക് യു.